പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയുണ്ടായി. രാത്രി 11 മണി ആയതുകൊണ്ട് ഞാൻ ആദ്യം ഫോൺ എടുത്തില്ല. തുടർച്ചയായിട്ട് ഫോൺ റിങ് ചെയ്തുകൊണ്ട് പിന്നീട് ഞാൻ ഫോൺ എടുത്തു. എനിക്ക് പരിചയമുള്ള ഒരു യുവാവിൻ്റെ കോളായിരുന്നു അത്. ഞാൻ കോൾ എടുത്ത ഉടനെ ഫോണിൻ്റെ മറുവശത്തൊരു വലിയ തേങ്ങലാണ് എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ആ യുവാവിൻ്റെ ഇടറിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അച്ഛാ, എന്താ ദൈവം എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളല്ലേ ദൈവം തകർത്തത്? അവൻ തുടർന്നു: അച്ഛാ, എൻ്റെ വിസ എല്ലാം ശരിയായി വന്നതാണ്. പക്ഷെ അവസാനം മെഡിക്കൽ ടെസ്റ്റിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു പോയി. എന്താ അച്ഛാ ഞാൻ ഇനി ചെയ്യുക? ഇനി പോകുവാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി വീണ്ടും മറ്റൊരു അവസരം ഇതുപോലെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അച്ഛൻ, എന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? എന്നോട് മാത്രം എന്താ ഇങ്ങനെ? എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെയല്ലേ ദൈവം തകർത്തത്? ഞാൻ അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു: എടാ, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. 1 മാസത്തെ അവധിക്ക് ശേഷം ഭാര്യ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ അവന് പുതിയൊരു ജോലിയും ഭാര്യമൊത്തമുള്ള ജീവിതമെല്ലാം പ്ലാൻ ചെയ്താണ് അവൻ എല്ലാ പേപ്പർ വർക്കുകളും ആരംഭിച്ചത്. എന്നാൽ അവസാന നിമിഷമാണ് മെഡിക്കൽ ടെസ്റ്റ് അവൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ തകർത്തത്. പുതിയൊരു ജോലിയും ഭാര്യയുടെ കൂടെ ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരമാണ് അങ്ങനെ അവന് നഷ്ടമായത്. ഞാൻ ഓർക്കുകയാണ്, വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവൻ്റെ വിവാഹം നടന്നത്. വിവാഹം ശരിയാത്തതുകൊണ്ട് തന്നെ അവൻ പലപ്പോഴും വലിയ വിഷമത്തിലായിരുന്നു. കുറേ നാൾ വലിയ ഡിപ്രഷനിൽ തന്നെയായിരുന്നു. വീട്ടിൽ ആരോടും അധികം സംസാരിക്കില്ലായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് അവന് കുറേ കൂടി ജീവൻ വെച്ചത്. പിന്നീട് വിവാഹം കഴിഞ്ഞു ഭാര്യ ദുബായിക്ക് പോയതിനു ശേഷം അവൻ വീണ്ടും കാത്തിരിപ്പിലായിരുന്നു. അവനും അവിടെ ജോലി ലഭിച്ച് ഭാര്യയുടെ കൂടെ താമസിക്കുവാൻ. എന്നാൽ ആ കാത്തിരിപ്പ് ഇപ്പോൾ വ്യർത്ഥമായി മാറി എന്നാണ് അവൻ പറയുന്നത്. കാരണം ജീവിതത്തിലെ സ്വപ്നങ്ങൾ തകർക്കുന്ന ഒന്നായിരുന്നു മെഡിക്കൽ ടെസ്റ്റിലെ പരാജയം. അവൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ തകർക്കുന്ന ഒന്നായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതത്തിലെ നിരവധി സ്വപ്നങ്ങളെ തകർക്കുന്ന അനേകം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക, ജീവിത സ്വപ്നങ്ങൾ തകർന്നു പോയ മറ്റൊരു വ്യക്തിയാണ്. എല്ലാ പുരുഷന്മാരെ പോലെ തന്നെ ഔസേപ്പിതാവിനും ജീവിതത്തെക്കുറിച്ച് നിരവധി സ്വപ്നങ്ങളുണ്ടായിരുന്നു. നല്ല ജോലി, ജീവിത പങ്കാളി, മക്കൾ, കുടുംബം, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്വപ്നങ്ങൾ. എന്നാൽ ഈ സ്വപ്നങ്ങളെയാണ് ഒരു നിമിഷം ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേൽ മാലാഖയിലൂടെ തകർത്തത്. ദൈവത്തിൻ്റെ സ്വപ്നത്തെ ഏറ്റെടുക്കുവാനാണ് ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം ഔസേപ്പിതാവിനോട് ആവശ്യപ്പെട്ടത്. ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായി മാറുവാൻ. അതിന് ഔസേപ്പിതാവ് സ്വന്തം സ്വപ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ തയ്യാറായി. അങ്ങനെ ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ഔസേപ്പിതാവ് അനുഗ്രഹിക്കപ്പെട്ടു. ഈശോയുടെ വളർത്തുപിതാവാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. തിരുസഭയുടെ സംരക്ഷകനും കാവൽക്കാരനുമായി മാറുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനടിസ്ഥാന കാരണം ഔസേപ്പിതാവ് തൻ്റെ സ്വപ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായി മാറുവാൻ തയ്യാറായി എന്നതാണ്. ദൈവത്തിൻ്റെ സ്വപ്നമായ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറുവാൻ തയ്യാറായതുകൊണ്ടാണ്. എല്ലാ യഹൂദ സ്ത്രീകളെന്ന പോലെ തന്നെ ഒരുപക്ഷെ പരിശുദ്ധ അമ്മയും ജീവിതത്തെക്കുറിച്ച് നിരവധി സ്വപ്നങ്ങൾ മനസ്സിന് കാണും. നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുക, മക്കൾ, ദാമ്പത്യ ജീവിതം, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്വപ്നങ്ങൾ. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിത സ്വപ്നങ്ങളെ തകർക്കുന്നതായിരുന്നു ഗബ്രിയേൽ മാലാഖയിലൂടെ ലഭിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് പരിശുദ്ധ അമ്മ ഒരിക്കലും പുറംതിരിഞ്ഞു നിന്നില്ല. ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട്, ദൈവത്തിൻ്റെ വലിയ സ്വപ്നമായ രക്ഷാകര പദ്ധതിയോട് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ സഹകരിച്ചു. ലൂക്ക 1:38 നമ്മൾ വായിക്കുന്നു, മറിയം പറഞ്ഞു: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ
വലിയ സ്വപ്നങ്ങളോട് പരിശുദ്ധ അമ്മ പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിതം സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ സമർപ്പണത്തിന് ആ അമ്മയ്ക്ക് കത്തോലിക്ക തിരുസഭ ഉന്നതമായിട്ടുള്ള വണക്കം നൽകിപ്പോരുന്നു. ഒപ്പം പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നതമായിട്ടുള്ള പദവികൾ കൂടി നൽകപ്പെട്ടു. ദൈവത്തിൻ്റെ അമ്മ, നിത്യകന്യക, സ്വർഗാരോപിത, അമലോത്ഭവ. ഇതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങളോട് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ സഹകരിച്ചു എന്നതാണ്. ജീവിതത്തിലെ സ്വപ്നങ്ങൾ തകർന്നുപോയ മറ്റൊരു വ്യക്തിയാണ് സാവൂൾ എന്ന പൗലോസ്. ഫരിസ്യ പ്രമുഖനും പണ്ഡിതനുമായിരുന്നു സാവൂൾ എന്ന വിശുദ്ധ പൗലോസ്. യഹൂദ നിയമത്തിൽ കഠിനമായിട്ടുള്ള പരിശീലനം നേടിയവൻ. പ്രശസ്ത നിയമപണ്ഡിതനായിട്ടുള്ള ഗമാലിയലായിരുന്നു ഗുരു. ദൈവിക പ്രമാണങ്ങളും മറ്റു അനുഷ്ഠാനങ്ങളും ഏറ്റവും കർക്കശമായിട്ട് അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു സാവൂൾ. നിയമത്തോടുള്ള അതിയായിട്ടുള്ള തീക്ഷ്ണതയാൽ സാവൂളിൻ്റെ ജീവിത സ്വപ്നങ്ങളിൽ ലക്ഷ്യങ്ങൾ ഒന്നായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. എല്ലാ ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടുവാൻ വേണ്ടിയുള്ള ജീവിത സ്വപ്നത്താൽ യാത്ര ചെയ്ത സാവൂളിനെ ദൈവം കുതിരപ്പുറത്തു നിന്നും തട്ടി വീഴ്ത്തിക്കൊണ്ട് ആ ജീവിത ലക്ഷ്യത്തെ, സ്വപ്നത്തെ ദൈവം തകർക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ പിന്നീട് നമ്മൾ കാണുകയാണ് സാവൂൾ ഈശോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൗലോസായി മാറിക്കൊണ്ട് മുൻപ് നിയമത്തോടുണ്ടായിരുന്ന അതേ തീക്ഷ്ണതയാൽ ഇപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വചനം പ്രഘോഷിക്കുവാനായിട്ട് പോവുകയാണ്. സഭ ഇത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും അതിന് നമ്മൾ വിശുദ്ധ പൗലോസിനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി വചനം പ്രഘോഷിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള മിഷനറി യാത്രകൾ നടത്തിക്കൊണ്ട്, അതും വളരെയധികം ക്ലേശപൂർണമായിട്ടുള്ള യാത്രകൾ, നിരവധിയായിട്ടുള്ള യാതനകൾ, സഹനങ്ങൾ, അവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൗലോസ് തിരുസഭയെ വളർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ പൗലോസിന് സാധിച്ചു. അതിനായി പൗലോസ് തന്നെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തു, ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ. അങ്ങനെ പൗലോസ് തന്നെ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വിട്ടുകൊടുത്തപ്പോൾ സാവൂളിൽ നിന്നും പൗലോസായിട്ട് മാറി, വിശുദ്ധ പൗലോസായിട്ട് മാറി, തിരുസഭയുടെ നെടും തൂണായിട്ട് മാറി. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ നിരവധി ജീവിത സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ച മറ്റൊരു വ്യക്തിയെ കാണാൻ സാധിക്കും. അത് വിശ്വാസത്തിൻ്റെ പിതാവായിട്ടുള്ള അബ്രാഹമാണ്. ഉൽപ്പത്തി 12:1-2 വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. അബ്രാഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിത സ്വപ്നങ്ങളൊക്കെ മാറ്റിമറിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഈ ജീവിത സ്വപ്നങ്ങളെ തകർക്കുന്നതായിരുന്നു ദൈവത്തിൻ്റെ ആഹ്വാനം. എന്നാൽ അബ്രാം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിത സ്വപ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ സ്വപ്നത്തിനു വേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അബ്രഹാം ദൈവം കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറായപ്പോൾ അബ്രാഹത്തെ ദൈവം ഉയർത്തി, ഒരു വലിയ ജനതയുടെ പിതാവായി, വിശ്വാസത്തിൻ്റെ പിതാവായി ഉയർത്തി. ദൈവത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് വ്യക്തിപരമായിട്ടുള്ള സ്വപ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകിയപ്പോൾ അബ്രാഹാം ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. ജീവിതത്തിൽ നമ്മളെപ്പോലെ തന്നെ നിരവധി സ്വപ്നങ്ങളായിട്ട് ജീവിച്ച മറ്റൊരു വ്യക്തിയാണ് മോശ. ഈ മോശയാണ് ദൈവം തൻ്റെ വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ വേണ്ടി വിളിച്ചത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ സ്വന്തം ജനതയുടെ യാതനകൾ കണ്ടിട്ട് ഈജിപ്തിൽ നിന്നും അവരെ തേനും പാലും ഒഴുകുന്ന ദൈവത്തിൻ്റെ സ്വപ്നമായിട്ടുള്ള കാനാൻ ദേശത്തേക്ക് അനയിക്കുവാൻ വേണ്ടി മോശയോട് ദൈവം അരുൾ ചെയ്യുന്നതായിട്ട്. ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ വേണ്ടി മോശ തയ്യാറായി. അതിൻ്റെ ഫലമായിട്ട് മോശ വലിയ പ്രവാചകനായിട്ട് മാറുകയാണ്, ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല നമ്മൾ പിന്നീട് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി, അത് മോശയാണ്. അങ്ങനെ മോശയ്ക്ക് അത്രമാത്രം ഉന്നതമായിട്ടുള്ളൊരു വലിയ ഭാഗ്യം നൽകുവാൻ കാരണം മോശ തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിത സ്വപ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായി മാറുവാൻ തയ്യാറായതുകൊണ്ടാണ്.
രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുവാൻ സമർപ്പിച്ചതുകൊണ്ടാണ്. ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള ലൗകിക സ്വപ്നങ്ങളുമായി ജീവിച്ച വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. വ്യർത്ഥമായ ലൗകികമായ സ്വപ്നങ്ങളുടെയും സുഖങ്ങളുടെയും പിന്നാലെ നടന്ന് നീങ്ങിയ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി അമ്മയായ മോണിക്ക കണ്ണുനീരോടെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. ആ പ്രാർത്ഥനകൾക്ക് നീണ്ട കാത്തിരിപ്പിന് ഫലമുണ്ടായി. അഗസ്റ്റിൻ്റെ വ്യർത്ഥമായ ലൗകികമായ സ്വപ്നങ്ങളെ തകർക്കുവാൻ സാധിച്ചു. പിന്നീട് നമ്മൾ കാണുകയാണ് കത്തോലിക്ക തിരുസഭ കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായിട്ട് അഗസ്റ്റിൻ മാറി. ഒപ്പം അമ്മയായ മോണിക്കയും വിശുദ്ധയായിട്ട് മാറി. നമ്മുടെ ജീവിത സ്വപ്നങ്ങളെ തകർക്കുന്ന നിരവധി അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ജീവിത പങ്കാളിയുടെ മദ്യപാനം, വഴിവിട്ട ജീവിതം, സാമ്പത്തിക തകർച്ച, വിട്ടുമാറാത്ത രോഗപീഠകൾ, വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങൾ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, മക്കളുടെ തെറ്റായ ജീവിത രീതികൾ. പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകുന്ന നമ്മുടെ ജീവിത സ്വപ്നങ്ങളെ തകർക്കുന്ന അനുഭവങ്ങൾ എന്തുമാകട്ടെ, ഓർക്കാം അവയെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റും. ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ അവിടുന്ന് ഉറപ്പായി നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും, നമ്മെ ഉയർത്തും. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ച ആ യുവാവിനോട് ഞാൻ ഇതേ മറുപടിയാണ് നൽകിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സ്വപ്നങ്ങളെ ദൈവത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ അവിടുന്ന് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും, ഉയർത്തും, വളർത്തും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.